അപ്പൊ ഹൃദയത്തിലെ രോഗങ്ങൾ മാറിയാലേ ആന്തരികമായ സംഗതി ശരിയായാലേ ബാഹ്യമായ കർമ്മങ്ങൾ സ്വീകരിക്കുള്ളൂ. എന്നാൽ ആന്തരികമായ കർമ്മങ്ങൾ ശരി കഴിഞ്ഞ് ബാഹ്യ ചെയ്യാറുന്ന ആൾക്കാരുണ്ട്. അതും പൂർണ്ണമായും തെറ്റാണ്. രണ്ടും ഒരുപോലെ പോണം. ശരീഅത്തും വേണം, ഉള്ളുകൊണ്ടും പുറം കൊണ്ടും ഇബാദത്ത് ചെയ്യണം. അത് ഉള്ളുകൊണ്ട് അമല് പഠിച്ചിട്ട് പുറം കൊണ്ട് ഇബാദത്ത് ചെയ്യണം. അപ്പൊ ഒരുപോലെ. അല്ലെങ്കിൽ നിഫാക്ക്, ഉള്ളു പൊള്ളായ നിഫാക്ക് എന്താ പറയാ, മുനാഫിക്കീങ്ങളെ അമല് ഹൽക്ക് വിട്ട് ഇറങ്ങൂല എന്നാ. നിസ്കാരം, നോമ്പ്, സക്കാത്ത് ഒക്കെ ഒൽക്കുണ്ടോ ഒക്കെ നാവുമല്ലോ ഹൽക്ക് വിട്ട് ഇറങ്ങൂല. പക്ഷേ ഒരാളൊരു വൈര് വയ്യത്ത് ചെയ്താല്, ഒരു ശേഖനെ പിടിച്ചാല് അവന്റെ ഉള്ളുകൊണ്ടും ഇബാദത്ത് ചെയ്യാൻ പഠിക്കും. അപ്പൊ ഇങ്ങനെ വോയിസിൽ പറയാൻ പറ്റൂലല്ലോ. അപ്പൊ അത് മനസ്സിലാക്കുക. ഞാൻ ഒരു തെറ്റും ചെയ്തില്ല എന്നൊരാളും പറയണ്ട. ഇങ്ങനെ ഒരു ശേഖില്ലേ, ഏറ്റവും ഞാൻ തെറ്റാതാണ്. മറ്റു തെറ്റുകളൊക്കെ ഉള്ള പൊറുക്കപ്പെടും, ഈ തെറ്റ് പൊറുക്കപ്പെടൂല. മറ്റൊക്കെ തെറ്റുകളൊക്കെ ഉള്ള പൊറുക്കും, ഇത് പൊറുക്കപ്പെടൂല. അത് അവന് ഫറലായിരുന്നു, അതവൻ ചെയ്യൽ നിർബന്ധമായിരുന്നു. ബയ്യത്ത് ചെയ്തില്ലെങ്കിൽ അവന് ഒരു രക്ഷയില്ല, അവൻ രക്ഷപ്പെടാൻ പോണില്ല. ഇത് ആര് പറഞ്ഞപ്പാര് പറഞ്ഞാണ്? ഒരു ശേഖനെ കിട്ടണം. ആ ബയ്യത്ത് സാവധാനം നടന്നാലും ശേഖ അതിന്റെ രൂപത്തിൽ തർബീത്ത് ചെയ്ത് കൊണ്ടുവരും. ശേഖനെ കിട്ടണം, നിർബന്ധമാണ്. അല്ലെങ്കിൽ അവന്റെ ശേഖ ശൈത്താനാണെന്ന് ബഹുമാനപ്പെട്ട അബൂജൽ ഉസ്സാമി അള്ളാഹുനു ഒസല്ലാഹു പപ്പാനെ പോലത്തെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൈ കെട്ടുമ്പോ, ഈ നോമ്പിനെ നിയത്ത് വെക്കുമ്പോ, ഇഹ്റാം കെട്ടുമ്പോ, അജ്ജിന് സക്കാത്തിന് സ്വത്ത് മാറ്റി വെക്കുമ്പോ ശ്രദ്ധിക്കുക, ഇതിന്റെ അടുത്ത് ഈ ഈമാൻ ഉണ്ടോ, ഇഹ്സാൻ ഉണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ അത് വെറും ഒരു കർമ്മമായിട്ട് പോകും, സ്വീകരിക്കപ്പെടൂല. പക്ഷെ അങ്ങനത്തെ ആൾക്ക് ദുന്യാവുന്നതിന്റെ ഫലങ്ങളൊക്കെ കിട്ടും. റഹ്മാൻ എന്ന സിഫത്തില്, റഹീം എന്ന സിഫത്തില് അവർ അള്ളാഹുമായുള്ള കണക്ഷൻ ഉണ്ടാവില്ല. അതിന് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആമീൻ.